സിനുജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശനത്തിനായി പോയി. ഇന്ത്യ ഒരു പക്ഷത്തുമല്ല, ഇന്ത്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും എന്നാണ്. അത് സമാധാന ചർച്ചയിലൂടെ മാത്രമാണ് ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നാണ് ഇന്ത്യ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും 2 വർഷത്തിലേറെയായി നടക്കുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ എന്നുള്ളൊരു ചിന്ത എല്ലാ ലോകരാജ്യങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല, ഈ 2022 വ്ളാഡിമിറിനോട് 2023 ജോ ബൈഡനോടും പ്രധാനമന്ത്രി പറഞ്ഞത് യുദ്ധത്തിനല്ല, സമാധാനത്തിലൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം. അത് തന്നെയാണ് ഇപ്പോൾ സെലൻസ്കിയോടും പറയുന്നത്. എന്തായിരിക്കും ഈ മോദിയുടെ സന്ദർശനത്തിലൂടെ യുക്രൈനിലും റഷ്യയിലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് എത്തിയത്. അപ്പോൾ ഉക്രൈനിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയുമായി അവിടുത്തെ രാഷ്ട്രത്തലവനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ആദ്യം മുതൽ ഉയർന്നു വന്നൊരു ചോദ്യം, റഷ്യയിൽ നേരത്തെ ഈ പറയുന്ന നരേന്ദ്രമോദി സന്ദർശനം നടത്തി. അന്ന് ഈ സെലൻസ്കി വളരെ മോശമായിട്ടൊക്കെയാണ് പ്രതികരിച്ചത്. ആ ചെയ്തത് ശരിയായില്ല, കെട്ടിപ്പിടിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ റഷ്യയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, പിന്നീട് ഞാൻ ഉക്രൈനിലേക്ക് പോകുമെന്ന്. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കൃത്യമായ ഒരു സന്ദേശം ഉക്രൈനിലേക്ക് എത്തിക്കാൻ പറ്റിയ മീഡിയേറ്റർ, അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ലോകരാജ്യങ്ങളും കണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി അവിടെ ചെന്ന്, നരേന്ദ്രമോദി അവിടെ ചെന്ന് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പറഞ്ഞത്, ഒരു കാരണവശാലും യുദ്ധമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നത്. യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നിടത്തോളം കാലം ജീവനുകൾ നഷ്ടപ്പെടും. നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണം. അപ്പോൾ സമാധാനമാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ റഷ്യ വേണമെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ട് ഉക്രൈൻ പിടിച്ചടക്കുമെന്ന് പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങുന്നു. 2 വർഷമായിട്ടും ആ യുദ്ധം തീരുന്നില്ല. ഈ യുദ്ധം അനന്തമായി നീളുപോകുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇന്ത്യ റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ റഷ്യയ്ക്ക് വേണ്ടി എക്കാലവും ഇന്ത്യ നിലകൊള്ളും. അപ്പോൾ ഇന്ത്യ പറയുന്നത്, ഈ റഷ്യ ഇവിടെ യുദ്ധം ചെയ്യുമ്പോഴും അവരുടെ സൈനിക വിഭാഗത്തിൻ്റെ വളരെ കുറഞ്ഞ അളവിലുള്ള ആളുകളെ മാത്രമേ യുദ്ധമുന്നണിയിലേക്ക് വിട്ടിട്ടുള്ളൂ. അവരുടെ യഥാർത്ഥ ഭടന്മാർ അല്ലെ യഥാർത്ഥ ആർമി എന്ന് പറയുന്നത് പിന്നോക്കം നിൽക്കുകയാണ്. അവിടെ ജോലി തേടിയെത്തുന്നവർ, കൂലിപ്പട്ടാളക്കാരെന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള ആൾക്കാരെയാണ് മുൻനിരയിലേക്ക് ഇവർ വിടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ സ്വദേശിയായ ഒരാൾ മരിച്ചതിൻ്റെ വാർത്തയെ നമ്മൾ കണ്ടു. അപ്പോൾ റഷ്യ അത്തരത്തിൽ യുദ്ധത്തെ ഗൗരവമായി എടുത്തിട്ടില്ല. മാത്രമല്ല, അവരുടെ ചില ലക്ഷ്യങ്ങൾ, ഈ പറയുന്ന ഉക്രൈൻ്റെ കുറേ ഭാഗങ്ങൾ പിടിച്ചു ചേർത്ത് റഷ്യയുടെ ഒരു സാമ്രാജ്യം വിപുലീകരിക്കുന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഇന്ത്യ ഒരു കാരണവശാലും യുദ്ധത്തെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ലോകരാജ്യങ്ങൾ മുഴുവൻ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയ്ക്ക് ഒരു കാരണവശാലും വ്യാപാര ബന്ധങ്ങളൊന്നും തന്നെ മറ്റ് രാജ്യങ്ങളുമായി പുലർത്താൻ കഴിയുന്നില്ല. അവരുടെ പ്രധാന വരുമാനം എണ്ണയാണ്. ആ എണ്ണ അവർക്ക് വിൽപ്പന നടത്താൻ കഴിയുന്നില്ല. ഇവിടെ ഇന്ത്യ ഇടപെടുന്നു. ഇന്ത്യ ഇടപെടുന്നത് മാത്രമല്ല, ആ എണ്ണയുടെ വ്യാപാരം കറൻസിയിൽ നടത്തുന്നു. അതായത് ഡോളറിൽ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ, അമേരിക്കയാണല്ലോ ഉപരോധത്തിൻ്റെ ആശാൻ എന്ന് പറയുന്നത്, അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ അതിനകത്ത് ഇടപെട്ടു. ഇതിൻ്റെ ഫലം ഇന്ത്യക്ക് ഉണ്ടായി. അപ്പോൾ റഷ്യ മൂലം ഇന്ത്യക്ക് ഗുണമുണ്ടായി, ഈ ഇന്ത്യ മൂലം റഷ്യക്ക് ഗുണമുണ്ടായി. കാരണം അവരുടെ സാമ്പത്തിക മാന്ദ്യം ഒന്നും ഒരു പരിധി വരെ നീങ്ങി. ഇവിടെ ഉക്രൈനിലേക്ക് എത്തിയപ്പോൾ റഷ്യ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതെന്താണെന്ന് അവർ പുറത്തുവിടുന്നില്ല. ഉക്രൈനിലെ സന്ദർശനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇവർ തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമോ? ലോകരാജ്യങ്ങൾ തമ്മിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ യുദ്ധം നിലനിൽക്കുന്നു. എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കേണ്ടത് മറ്റ് ചില രാജ്യങ്ങളുടെ ആവശ്യം കൂടിയാണ്. ആയുധ കച്ചവടത്തിന്, നയതന്ത്രപരമായ കാര്യങ്ങൾക്ക്, സാമ്പത്തിക ഇടപാടുകൾക്ക്. ഇവിടെ എന്താ, അമേരിക്ക റഷ്യയുടെ ഒരു പരാജയത്തെ അല്ലെ റഷ്യയുടെ യുദ്ധത്തെ നീട്ടിക്കൊണ്ടു പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഈ ഉപരോധത്തെ തകർക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങിയത്. ഇന്ത്യ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് കണക്കാക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ഉക്രൈൻ സന്ദർശനത്തെ ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നരേന്ദ്രമോദി യുക്രൈനിലെത്തുമ്പോൾ അതൊരു സമാധാനത്തിൻ്റെ, ഇപ്പോൾ പല ട്രോളുകളിലൂടെയൊക്കെ പറയുന്നുണ്ട് നരേന്ദ്രമോദിക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കൊടുക്കണമെന്നൊക്കെ പറയാം. പക്ഷേ തീർച്ചയായിട്ടും അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല എങ്കിലും നരേന്ദ്രമോദി എടുക്കുന്ന ചില നിലപാടുകൾ അത് ചരിത്ര സംഭവമായി പലപ്പോഴും മാറിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ നമ്മൾ കാണുന്നത്. പല യുദ്ധ സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ, പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോഴുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടുകൾ യുദ്ധം ഒന്നിനും അന്തിമ അല്ല, യുദ്ധത്തിലൂടെ കുറേ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും. ഒരു രാജ്യത്തിന് തന്നെ വളരെ അപകടം നിറഞ്ഞതാണ് യുദ്ധം എന്ന് പറയുന്നത്. അവിടുത്തെ സാമ്പത്തിക സ്ഥിതികളിൽ മാറ്റം സംഭവിക്കും, അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് യുദ്ധത്തിനപ്പുറം സമാധാനപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് ഇന്ത്യ തുടക്കം മുതൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയിൽ ആദ്യം എത്തിയപ്പോൾ യുക്രൈൻ, സിനുജി സൂചിപ്പിച്ചതുപോലെ യുക്രൈൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ച് രംഗത്തെത്തിയതുമൊക്കെ നമ്മൾ
കണ്ടതാണ്. പക്ഷെ അപ്പോഴും സമാധാനപരമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക, റഷ്യയെ ഉപരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ റഷ്യയുടെ വ്യാപാര ബന്ധത്തെയൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്ന രാജ്യങ്ങളെ കൂടുതൽ റഷ്യയോട് അടുപ്പിക്കുക എന്നൊക്കെയുള്ള തീരുമാനം. യുക്രൈനിലായാലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് മലയാളികളൊക്കെ നമ്മുടെ ഇന്ത്യക്കാരൊക്കെ രണ്ട് രാജ്യങ്ങളിലുമുള്ളതാണ്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും സമാധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ യുക്രൈൻ സന്ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെയും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചേക്കുന്ന ആശയം തന്നെയാണ്. കാരണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അത് സമാധാനപരമായ ചർച്ചയിലൂടെ വേണം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ ഉക്രൈനിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തിനെത്തുന്നു? അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അന്നേ ഉറ്റുനോക്കിയൊരു കാര്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് എത്തുമ്പോൾ കൃത്യമായൊരു സന്ദേശം പകർന്നു നൽകുന്നുണ്ട്. അപ്പോൾ റഷ്യയുമായി ഇന്ത്യ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ കുറച്ച് വിശദാംശങ്ങളുണ്ട്. ഇത് പുറത്തുവിട്ടിട്ടില്ല. റഷ്യ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നോ അല്ലെങ്കിൽ ഇന്ന ഒത്തുതീർപ്പിന് തയ്യാറാണെന്നോ ആയിരിക്കും. കാരണം എന്താ, നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്ത ഉക്രൈൻ ഒരു ഭാഗത്തൂടെ കടന്നു കയറി റഷ്യയുടെ കുറച്ച് ഭാഗം പിടിച്ചു വെക്കുന്നു, റഷ്യ മറ്റേ ഭാഗത്തൂടെ കയറി ഉക്രൈൻ്റെ ഭാഗം പിടിച്ചു വെക്കുന്നു. ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഈ ഭാഗങ്ങൾ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ നിങ്ങളുടെ ഭാഗങ്ങൾ തിരിച്ചും വിട്ടുതരാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകും. ഇത് ആഗോളതലത്തിൽ നടക്കണമെങ്കിൽ UN ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്ക പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ലോക സാമ്പത്തിക മേഖലയിലും സൈനിക മേഖലയിലും ആണവ മേഖലയിലുമൊക്കെ വലിയ ശക്തിയായി ഉയർന്നു വരുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യ മുന്നോട്ടൊരു ആശയം വെച്ചാൽ, മുന്നോട്ടൊരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് തയ്യാറായി വന്നാൽ മറ്റ് രാജ്യങ്ങൾ അതിനെ എതിർക്കില്ല. ഇത് റഷ്യ കൃത്യമായി മുന്നിൽ കാണുന്നുണ്ട്, ഉക്രൈനും മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് റഷ്യയും ആഗ്രഹിക്കുന്നു, ഉക്രൈനും ആഗ്രഹിക്കുന്നു. എന്തായാലും യുദ്ധം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി സൈനികപരമായി ഇരു രാജ്യങ്ങളുടെയും നട്ടെല്ല് താർക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ റഷ്യക്ക് കഴിയുന്നില്ല, ഉക്രൈൻ അതിനെ എതിർക്കാനും കഴിയുന്നില്ല. അപ്പോൾ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം വേണം. അപ്പോൾ ഉക്രൈന് സാമ്പത്തിക സഹായവും സൈനിക സഹായവും ഒക്കെ നൽകുന്ന വേറെ ചില രാജ്യങ്ങളുണ്ട്. റഷ്യയ്ക്കും ഇത്തരം സഹായങ്ങൾ നൽകുന്നുണ്ട്. ചൈനയുമായി ചില കൂട്ടുകെട്ടുകൾ റഷ്യയ്ക്കുമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സഹകരണമുണ്ട്, ചൈനയുടെ സഹകരണമുണ്ട്. ഇതൊക്കെ റഷ്യയ്ക്ക് സഹായമാണ്. ഇപ്പുറത്ത് അമേരിക്ക ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പ്രശ്നങ്ങളുണ്ടാക്കി അതിൻ്റെ നേട്ടം കൊയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ലോകത്തെ വൻകിട ശക്തി അല്ലാതായി മാറി എന്നാണ് കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു കാര്യം എടുത്താലോ ഫ്രാൻസിൻ്റെ കാര്യം എടുത്താലോ ഒക്കെ തന്നെ അവിടുത്തെ കുടിയേറ്റക്കാരുടെ ഒരു ഇടപെടൽ കാരണം അവരുടെ ഒരു സ്ഥായിയായ നിലനിൽപ്പിൽ നിന്ന് അവർ പിന്നോക്കം പോയിക്കുകയാണ്. ജർമ്മനി അതേ അവസ്ഥയിലാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥയിലേക്ക് ഇന്ത്യ വളർന്നു കയറുന്നു. പക്ഷേ ഇന്ത്യയുടെ എക്കാലത്തെയും പ്രഖ്യാപിത നിലപാട് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറല്ല. ഇന്ത്യ ഒരു രാജ്യത്തെയും കയറി ആക്രമിക്കാൻ തയ്യാറല്ല. ഇന്ത്യ ഒരു രാജ്യങ്ങളുമായി യുദ്ധത്തിന് തയ്യാറല്ല. പക്ഷേ നമ്മളെ ആക്രമിക്കാൻ ആർക്കും പറ്റുന്നുമില്ല. കാരണം നമ്മൾ അത്രത്തോളം ശക്തരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശക്തമായ ഒരു രാജ്യമായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ 3 ടേം കൊണ്ട് ഒരു രാജ്യത്തെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമാണ്. അത്തരത്തിലുള്ള നേട്ടവുമായിട്ടാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആശയത്തെ റഷ്യ അംഗീകരിക്കും, നാളെ ഉക്രൈനും അംഗീകരിക്കും. അപ്പോൾ ഇതൊരു കോംപ്രമൈസ്, ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലേക്കാണ് പോകുന്നതെങ്കിൽ ലോകരാജ്യങ്ങളും അതിൽ സന്തോഷിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ റഷ്യയും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചെടുക്കുക? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ഒരുപക്ഷെ റഷ്യയും ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരു യുദ്ധം അവസാനിപ്പിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി നേരെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം റഷ്യയ്ക്കും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ, അല്ലെങ്കിൽ റഷ്യ ഇതിനു മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ച വേളയിൽ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റഷ്യ മുന്നോട്ട് വച്ചിട്ടുണ്ടാകാം. ആ കാര്യങ്ങൾ യുക്രൈനുമായി സംസാരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കാനായിരിക്കും, സമാധാനപരമായ ചർച്ചയിലൂടെ ഒരു തീരുമാനം ഉണ്ടാകാനായിരിക്കും ചിലപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് യുക്രൈനിൽ എത്തിയത് എന്നുള്ളതാണ് ഇതിലേറ്റവും. നേരത്തെ സിനിജ് പറഞ്ഞതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായും സൈനികപരമായും ആണവപരമായും ഒക്കെ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-15 വർഷത്തോളമായി ഇന്ത്യ മറ്റ് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വമ്പൻ കുതിപ്പിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദത്തിലേക്ക് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, വലിയ രീതിയിലുള്ള സാമ്പത്തികമായ മുന്നേറ്റങ്ങളൊക്കെ ഇന്ത്യക്കുണ്ടാവുന്നു. എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ വളർച്ചയെ ഉറ്റുനോക്കുന്നു, ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാനത്തിലൂടെ കഴിയുമെന്ന്, ഒരുപക്ഷെ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ഇന്ത്യ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു. യുദ്ധം ഒന്നിൻ്റെയും അവസാനമല്ല, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, സമാധാനത്തിലൂടെ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനും ചെയ്യാനും കഴിയൂ എന്ന് ഈ ഒരു യുദ്ധം അവസാനിച്ചാൽ ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ നല്ല സന്ദേശം അത് തന്നെയായിരിക്കും.
അപ്പോൾ എന്തായാലും റഷ്യയുടെ സന്ദർശനം അതുപോലെ തന്നെ ഈ ഉക്രൈനിലെ സന്ദർശനം ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വഹിച്ചാൽ ഈ പശ്ചിമേഷ്യയിലും റഷ്യയിലും ഒക്കെ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച നടത്താം.